എല്ലാവർക്കും ഹനാന്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വിഷ്ണുവാണ് സംസാരിക്കുന്നത്. അപ്പൊ ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ചാണ് ഇവര് ഇൻട്രോ ചെയ്യിപ്പിക്കാൻ പറഞ്ഞു നിർബന്ധിച്ചെടുക്കാൻ ഹാനൻ. അതെ ശല്യം ചെയ്തു. ഹൗസിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നവർ തന്നെ ഇവിടെ എന്നെ വന്ന് ശല്യം ചെയ്തോണ്ടിരിക്കുവാണ്. സോ അപ്പൊ എല്ലാവർക്കും ഹനാന്റെ ചാനലിന്റെ പേരെന്താണ്? ഹായ് ഹനാനിലോട്ട് സ്വാഗതം. അപ്പൊ ഞങ്ങള് നാളെ ബിഗ് ബോസ് ഹൗസിലേക്ക് പോവാണ്. ഞാൻ ഇന്ന് പോവാണ്. ഞങ്ങള് ഇവിടുന്ന് എയർപോർട്ടിലേക്ക് പോവാൻ പോവാണ്. വിഷ്ണു ചേട്ടൻ എന്റെ ബാഗൊക്കെ നോക്കി പോണുണ്ടോ? എല്ലാവരും പോവാൻ റെഡി ആയിട്ട് നിക്കാണ്. ഞാനിനി വ്ളോഗൊക്കെ കഴിഞ്ഞിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. അവസാനം ലേറ്റ് ആയിട്ടാ എനിക്ക് കുറ്റം വയ്ക്കും. എല്ലാവരും പറഞ്ഞിട്ടില്ലേ, വെറുതെ കൊണ്ടുപോവാ ഒരു പ്രതീക്ഷ. എല്ലാവരും ഇനി ഞാനെങ്ങനെ കയറും? ഞാൻ കൂടി ഇന്ന് കാണാൻ പറ്റില്ല ആൾക്കാർ. ഞാൻ ഊബർ നോക്കിക്കോളാം. ഞങ്ങള് പൊക്കോളാം. ഞാനോ ഇതെവിടെ വെക്കും? ഇറങ്ങി നല്ല മഴ. അമ്മ ഞങ്ങള് പോണ നോക്കി. അമ്മയും വിഷ്ണു ചേട്ടനും ഞങ്ങളെ യാത്രയാക്കാൻ വന്നു. എന്താണ് കേസ് ഇവിടെ മത്സരിച്ച് പോകാണോ? നീരസ് വണ്ടി ഓടിക്കും. ഞങ്ങളെ എയർപോർട്ടിലെത്തിക്കും. ചേട്ടൻ ബാഗ് പിടിക്കും. എന്റെ ബാഗാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും വലുത്. സമയം 10:45. ഓ പിന്നെ അവള് ചീത്ത പറയണ തന്നെ. 10:45 ഞങ്ങള് 10:45 പുറപ്പെട്ടുള്ളൂ. ഫ്ലൈറ്റ് ലേറ്റ് ആയ കാണാം നമുക്ക്. 12:55 വണ്ടി. ഭയങ്കര ബ്ലോക്കാ. അയ്യോ പിന്നെ അവിടെ എത്തിയിട്ട് പോരെ. ഞങ്ങള് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഓൾറെഡി നല്ല ലേറ്റ് ആണ്. സെറ്റ് അല്ലേ ദിവസ്? ലേറ്റ് ആയിട്ട് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചാണ്. പക്ഷെ ലാസ്റ്റ് മൊമെന്റിൽ ഇവിടെ എത്തി പറക്കാൻ പോവാണ്. റൈറ്റ് സൈഡിലിരുന്ന് ഞാൻ നല്ല അടിപൊളി വ്യൂസാണ്. സാധാരണ ഞാൻ ലെഫ്റ്റ് സൈഡിലിരുന്നിട്ടാണ് ട്രാവൽ ചെയ്യാറുള്ളത്. ഇപ്രാവശ്യം ഞാൻ ഇവിടെ ഇരുന്നു. ഞാൻ വിൻഡോ സീറ്റ് തന്നെ കിട്ടിയ കാരണം എനിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റി. പിന്നെ കുറേ വീഡിയോസൊക്കെ മുമ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സെയിം വ്യൂസ് തന്നെയായിരിക്കും എന്ന് വിചാരിച്ച്. ഈ പറക്കണ ഹോട്ടൽ തുടങ്ങുന്ന സമയത്ത് ഒരു ദിവസം പ്ലെയിനിലൊക്കെ താമസിച്ച് ഇങ്ങനെ മുഴുവൻ കാഴ്ചകൾ കണ്ടിരിക്കണമെന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെയൊക്കെ പോട്ടെ. ഇതിലിരുന്ന് ബോറടിച്ചു. ബാഗ് എത്തണം കാണാനില്ല. പുറത്ത് നല്ല മഴയാണ്. റൈറ്റ് സൈഡിലിരിക്കുമ്പോൾ നല്ല വ്യൂ. ആ സ്ഥലം ഏതാണെന്നറിയോ? അസൽഫ ധാരാവിയാണെന്ന് സംശയമുണ്ട്. ഇതെല്ലാം ഒരുപോലെ ഉള്ളിരിക്കണേ. അപ്പൊ പിന്നെ എങ്ങനെ പറയാനാ? ഓ അടിപൊളി ഷോട്ട്. ചെയ്തു ഗൈസ്. നല്ല മഴയാണ്. കേറാൻ പോവാണ്. എന്തുവാണ് നല്ല മഴയത്ത് ഞങ്ങളെ ബസ്സിൽ വിളിച്ച് കയറ്റി വീഡിയോ എടുത്തു. കണ്ട ഞങ്ങളുടെ ലഗേജ് ഒക്കെ വന്നു. ഗോപിയ
എവിടെ പോയ നിനക്ക് ഹിന്ദി പൊക്കോ അല്ല ഇപ്പോഴത്തെ സ്നേഹമൊക്കെ ഒന്ന് പകർത്തി വെക്കാന്ന് വെച്ചിട്ട് അകത്ത് ചെന്നാ കാണുമെന്ന് അറിയണ്ടേ ഞങ്ങള് ഹോട്ടലിലെത്തി അയ്യോ ഓക്കെ പിടിക്കോ ആ ചേട്ടൻ പിടിച്ചു ലഗേജ് ഒക്കെ ഞങ്ങളുടെ ലഗേജ് ഒക്കെ എടുത്ത് ഞങ്ങള് ഹോട്ടലിലെത്തി അർണ ഹോട്ടൽ എവിടെ ലൊക്കേഷൻ നോക്കിയില്ല അല്ലെ ഹോട്ടല് അപ്പൊ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം മൊത്തം ഇവിടെ ചില്ല് ചെയ്യാൻ പോവാണ് നാളെയാണ് ഞങ്ങള് ബിഗ് ബോസിലേക്ക് പോണത് ഇന്നിടില്ലടി ഇന്നിടില്ല നാളെ ഇടുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം വൈൽഡ് കാർഡ് കയറാനായിട്ട് ബിഗ് ബോസിൽ എത്തണേക്കാൻ മുന്നേ റൂമിലൊക്കെ ഇരുന്ന് തനിച്ചായിരുന്നപ്പോൾ നല്ല ടെൻഷനായിരുന്നു. പിന്നെ വാക്സിനൊക്കെ അടിച്ച് എനിക്ക് ഓൾറെഡി ഹെൽത്ത് ഒന്നും ഓക്കെ ആയിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം എല്ലാവരും ഫ്രണ്ട്സൊക്കെ ഒരുമിച്ചുണ്ട്. ഞാൻ റെഡിയായി ബിഗ് ബോസ് ഹൗസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ്. പക്ഷെ എൻട്രി ഡ്രസ്സ് ഫിക്സ് ചെയ്തേക്കണ വേറെയാണ്. നമുക്കിനി സെറ്റിലെത്തി കഴിഞ്ഞാൽ അവിടുത്തെ വിശേഷങ്ങളൊന്നും പറയാൻ പറ്റില്ല. ഇവിടുന്ന് ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ഞാൻ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ടാവും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. ഇപ്രാവശ്യത്തെ ഫിനാലെ നടക്കാൻ ഇനി കുറച്ച് ദിവസങ്ങളുള്ളൂ. അപ്പോൾ ഡിസർവിങ് ആയിട്ടുള്ളത് ആരാണോ അവർ കപ്പ് നേടുന്നതിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവും ആ അവസരത്തിൽ. താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.